അങ്ങനെ നമ്മളുടെ സ്പ്രിംഗ് ഒനിയൻ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി നമ്മളതിനെ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മളുടെ ഹോബും അതേപോലെ തന്നെ ചിമ്നിയുടെ ഗ്രില്ലും എല്ലാം ക്ലീൻ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് ഞാനത് കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു. ഇനി ഉച്ചയ്ക്കുള്ള കറി തയ്യാറാക്കണമല്ലോ. അപ്പോൾ സ്പ്രിംഗ് ഓനിയനും അതേപോലെ തന്നെ തൈരും മതി എന്നാണ് ഞാനിന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇവക്കുട്ടിക്കും എനിക്കും സ്പ്രിംഗ് ഓനിയൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സേറക്കുട്ടിക്ക് അത്ര അങ്ങോട്ട് കമ്പമല്ല, എന്നാലും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ കഴിച്ചോളും. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം പോയപ്പോഴേ ഞാൻ ഈ പ്രാവശ്യം ഗ്രോസറിയൊക്കെ പർച്ചേസ് ചെയ്തപ്പോഴേ ഇത്തിരി സിഗ്മയായിരുന്നു. എല്ലാം അങ്ങോട്ട് മറന്നു പോയി. ഞാനാണെങ്കിൽ ഒരു 2-3 ബഞ്ചെങ്കിലും എടുത്താൽ മതിയായിരുന്നു. പൊതുവെ ഇത് കുറച്ച് കിട്ടാൻ പ്രയാസമുള്ളൊരു സംഭവമായിട്ട് എപ്പോഴും കിട്ടത്തുമില്ല. ഇനിയിപ്പോൾ നാളെ ഒന്ന് ചെന്ന് നോക്കണം. നാളെ നടക്കത്തില്ല, ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഒന്ന് പോയി നോക്കണം. ഉണ്ടെങ്കിൽ ഒരു 2 ബഞ്ചും കൂടി എടുത്തിട്ട് വരണം. കാരണം ഇതിപ്പോൾ നമ്മളൊരു ഒറ്റ ബഞ്ചാണെങ്കിലുണ്ടല്ലോ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവത്തുള്ളൂ കറിക്ക്. അതായത് നമുക്കൊരു സന്തോഷമായിട്ടൊന്ന് കഴിച്ച് കഴിയുമ്പോഴേക്കും തീർന്നു പോകും. കാരണം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കറികളാണെങ്കിൽ അധികം ഇരിക്കത്തില്ല. ഇമാതിരി ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ആണെങ്കിൽ പെട്ടെന്ന് തീരും. അല്ലാത്ത വെജിറ്റബിൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഞാനാണ് തീർക്കാറുള്ളത്. അങ്ങനെ പിന്നെ നമ്മളുടെ ക്ലീൻ ചെയ്ത ഏരിയ കണ്ടില്ലേ? ക്ലീൻ ചെയ്ത ഏരിയ അല്ല, സോറി, നമ്മുടെ കിച്ചൻ്റെ ഗ്രില്ലും കാര്യങ്ങളും, കിച്ചൺ ചിമ്മിനിയുടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നല്ല കുട്ടപ്പന്മാരൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് അവർ ഓക്കെ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഗ്യാസിൻ്റെ ഹോബാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണല്ലോ. എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു നാളെ ഉച്ചയാകുമ്പോഴേക്കും അവിടെ എന്തെങ്കിലുമൊക്കെ ഓയിലോ കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ കണ്ണെത്തുന്ന ഏരിയ ആണല്ലോ, ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാനിപ്പോൾ സ്പ്രിംഗ് ഓനിയൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചപ്പോൾ മുകളിൽ നിന്നൊരു വിളി വന്നു, അമ്മ വിശക്കുന്നു. ഇവക്കുട്ടിയാണ് കേട്ടോ, വേറൊന്നുമല്ല. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്തും ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ ഒന്നല്ല, മിനിറ്റ് വെച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ഫുഡ് പക്ഷേ റൂമിൽ വെച്ചിട്ട് കഴിക്കാൻ സമ്മതിക്കില്ല കേട്ടോ. വീട്ടിലത് ഞാനിവിടെ പിള്ളേരെ സമ്മതിക്കാറില്ല, റൂമിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാനാണ്. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഒട്ടും TV കാണുമ്പോൾ പോലും കഴിപ്പിക്കുന്ന പുള്ളിക്കാരന് ഇഷ്ടമല്ല. പുള്ളി പറഞ്ഞ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കണം എന്നാണ് പറയുന്നത്. നല്ലൊരു ശീലമാണ് അത് കേട്ടോ. പക്ഷേ ഇവിടെ ഞാൻ മാത്രമുള്ളപ്പം ഇവർ ലിവിങ് റൂമിൽ ഇരുന്ന് കഴിക്കാറുണ്ട്. പക്ഷെ ഞാൻ അതിന് ശേഷം നന്നായിട്ട് തുടച്ചൊക്കെ ഇടാറുണ്ട് കേട്ടോ, ടീപ്പോയൊക്കെ. അത് ഇടയ്ക്ക്. പക്ഷേ മിക്ക സമയത്തും ഡൈനിങ്ങിൽ തന്നെയാണ് ഇരുന്ന് കഴിക്കാറുള്ളത്. സ്കൂൾ വിട്ട് വന്ന് പെട്ടെന്നൊക്കെ TV കണ്ടൊക്കെ ഇരുന്ന് കഴിക്കുന്ന സ്വഭാവമുണ്ട് 2 പേർക്കും കേട്ടോ. അങ്ങനെ വന്നിട്ട് ഇത് നമ്മളുടെ കൊറിയൻ നൂഡിൽസ് മതി എന്ന് പറഞ്ഞു. അത്ര ഹെൽത്തി ഒന്നും അല്ല, പിന്നെ വേറെ രക്ഷയില്ലാത്ത കൊണ്ടിട്ട് കൊടുത്താണ്. കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ പ്ലെയിൻ നൂഡിൽസ് ഇല്ല. പ്ലെയിൻ നൂഡിൽസാണ് ഞാൻ വാങ്ങാറുള്ളത്. നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യും. അതായത് ക്യാരറ്റ് മാത്രമേ അവർക്ക് ഇഷ്ടമുള്ളൂ. വെജിറ്റബിൾസ് പ്ലെയിൻ നൂഡിൽസിൽ സിറയ്ക്ക് വലിയ കാര്യമല്ല കേട്ടോ. പ്ലെയിൻ നൂഡിൽസോ അവർക്ക് ഇഷ്ടം മാഗിയാണ്. അപ്പം അതുകൊണ്ട് അതില്ലാത്ത കൊണ്ടിട്ട് ഇവക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നൂഡിൽസാണ് നമ്മളുടെ കൊറിയൻ നൂഡിൽസിൻ്റെ ചിക്കൻ ഫ്ലേവറാണ് ഇഷ്ടം. ചിക്കൻ ഫ്ലേവർ ഉണ്ടായില്ല. അപ്പം വെജിറ്റബിൾ ഫ്ലേവറും ചീസിൻ്റെ ഫ്ലേവറും ഉള്ളൂ. വെജിറ്റബിൾ ഒട്ടും ഞാൻ കൊടുക്കത്തില്ല, ഭയങ്കര സ്പൈസിയാണ്. അതിൻ്റെ സീസണിങ് പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എരിയാണ്, നമ്മുടെ തൊണ്ടയ്ക്കും കൂടെ എരിഞ്ഞു കയറും. അതത്ര നല്ലതല്ലല്ലോ ശരിക്കും. അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ചീസിൻ്റെ വാങ്ങിച്ചു കൊടുത്തു. ഒരൊറ്റ പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ, ഒരൊറ്റ ക്യൂബേ ഉള്ളൂ, കുറച്ചുണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ചീസിൻ്റെ ആ ഒരു കുത്ത് മാറാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ ക്യൂബും കൂടെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. ചീസ് ബ്രെഡിലൊക്കെ കഴിച്ചോളും പക്ഷേ ഇങ്ങനെ ഈ ഒരു നൂഡിൽസിൽ ചീസ് അത് വരുമ്പം എന്നൊക്കെ അധികം എരിവില്ല ചീസിൻ്റെ ഫ്ലേവറിന്. അപ്പോൾ ചീസിൻ്റെ കുത്തും കൂടി വരുമ്പോൾ അവൾക്ക് എന്തോ പോലെ ആയാലോ. അങ്ങനെ ഞാൻ അവൾക്ക് നൂഡിൽസ് കൊടുത്തിട്ട് കുറച്ച് നേരത്തേക്ക് ആശ്വാസത്തിന് വിട്ടു. അതേ നമ്മളുടെ ഉള്ളിയുടെ സംഭവം ആയിട്ടുണ്ട് കേട്ടോ. ഉള്ളിയുടെ നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ്റെ മെഴുക്കുവരട്ടി. ഞാനപ്പോൾ അതിലേക്ക് കുറച്ച് അറിയാൻ പറ്റില്ല എല്ലാവർക്കും, എന്നാലും ഞാൻ പറയുന്നുണ്ടെങ്കിൽ പറയുകയാണ്. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളി പിന്നെ സവാളയാണ് എൻ്റെ അടുത്തുണ്ടായത്. സവാള ഇട്ടു. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട ചിക്കിയിട്ടിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെജ് മസാല ഇട്ടു. എന്നിട്ട് പിന്നെ ഈ ഒനിയൻ്റെ നമ്മളുടെ അതെടുത്തിട്ട് നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ഒനിയൻ എടുത്തിട്ട് മിക്സ് ചെയ്തു. ഒരു 10 മിനിറ്റ് മതി വേവാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര കൊതി ഇത് കണ്ടപ്പോൾ. ചോറ് ചെയ്യുമ്പോൾ കുറേ നേരമായി, സമയം 4:30 ആയിട്ടോ. രാവിലത്തെ കഴിച്ചത് 10:30 ആ ടൈം ആയപ്പോഴാണ്. അപ്പോൾ നമ്മളുടെ ഒരു സ്കൂപ്പ് തൈരും വായന്ന് വെള്ളം മുന്നോട്ടോ. പിന്നെ കുറച്ച്, അതായത് ഇത് ഇവർക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇഷ്ടമാണോ? ഇവർക്ക് ഇഷ്ടമാണ്. ചെറു കഴിക്കും, എന്നാലും വലിയ താല്പര്യമില്ല. വെറുതെ ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കണ ഇഷ്ടമാണ്. ഇങ്ങനെ ഇതിലൊക്കെ ഇട്ട് ചിക്കി കൊടുക്കണ ഇഷ്ടമല്ല. ഇലക്കറി അല്ലേ, ഇലക്കറി എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ അല്ലേ. അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇതെടുത്തിട്ട് ഇതിലേക്ക് അല്ല സെറ വരുന്നുണ്ടോ? ഇത് എല്ലാവരും നോക്കുന്നതാ. സെറ കഴിക്കണ കാണിച്ചു വേണ്ട.
ഞാൻ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും നല്ലതാണെന്നല്ല പറയണേ. എനിക്ക് ഇങ്ങനത്തെ കോമ്പിനേഷനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇത് വെജ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം ഉണ്ടാകത്തുള്ളൂ, അല്ലാത്തവർക്ക് ചിലപ്പം വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അടിപൊളിയൊക്കെ വേണോ? ഞാൻ ഒരു തുടി കഴിച്ചേട്ടെ, കട്ട് ചെയ്തു അവർക്ക് ബുദ്ധിമുട്ടാണ്. കഴിച്ചിട്ട് വരാം. കുട്ടി പായസം കുടിക്കോ? അറിയൂലേ? പാലട 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 ചെറുക്കുട്ടി പാലട എനിക്ക് തോന്നുന്നു നമ്മള് മറ്റേ ഓണത്തിനൊക്കെ ബോക്സിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കൂല, അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു പിങ്ക് കളറുള്ള. വലിയ താല്പര്യം ഇല്ല കേട്ടോ ആൾക്ക്. നോക്കാം നമുക്ക്. വീട്ടിലുണ്ടാക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിന് ഒരു പ്രാവശ്യം പണ്ട് ഞങ്ങൾ, അതായത് 2 years മുന്നല്ലേ, ഇൻസ്റ്റന്റ് ആയിട്ടുള്ളത് ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് പറ്റിപ്പോയത് വേറൊന്നും അല്ല കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല, മധുരത്തിന്റെ ശ്രദ്ധിച്ചതില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതായിരുന്നേ, മധുരത്തിന്റെ കാര്യമേ ഓർത്തില്ല. അതിൽ മധുരം ഉണ്ടാവില്ല എന്ന് കരുതി. എന്ന് പറഞ്ഞിട്ട് ഞാൻ പാലടയില് അതിന്റെ മിക്സ് കംപ്ലീറ്റ് അതിൽ ഇട്ടത് കൂടാതെ കുറച്ച് പഞ്ചസാരയും കൂടി ഒഴിച്ചു. ഭയങ്കര ശോകമായിരുന്നു. പക്ഷെ ഇവ കഴിച്ചു തോന്നുന്നു കുറച്ച്. ഇവയ്ക്കൊന്നും തോന്നിയില്ല. എനിക്കാണെങ്കിൽ എനിക്ക് ഈ ഷുഗർ ഫ്രീയുടെ മനസ്സിലുള്ളതുകൊണ്ടാണോന്ന് അറിഞ്ഞില്ല. അല്ല, ബോറായിരുന്നു എന്താ. അവള് കുറച്ച് കഴിച്ചു, പക്ഷെ ബാക്കിയുള്ളത് കളഞ്ഞു. ഒട്ടും വായിൽ വെക്കാൻ പറ്റാത്തോളം അതിമധുരം. അതേപോലത്തെ ഒരു ടേസ്റ്റ് തോന്നുന്നു. കൊള്ളില്ലായിരുന്നു. സെറ കുഞ്ഞായിരുന്നു, സെറ അന്ന് കഴിച്ചില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര കൊതിയല്ലേ, ഒരു മധുരം കഴിക്കാൻ കൊതി. അപ്പൊ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അല്ല. കുക്കറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുള്ള കുക്കറൊക്കെ ആയിരുന്നു കേട്ടോ. വെള്ളം എന്താ പറയുക, നന്നായിട്ട് കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം വെയിലത്ത് വെക്കുകയും ചെയ്തു. കാരണം അത്ര നല്ല ക്ലീൻഡ് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേച്ചി. യൂട്യൂബിലൊരു ചാനൽ കണ്ടിട്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഗ്യാസും കുറച്ച് സേവ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ധാരണയോടെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്താവും എങ്ങനെയാവുന്നൊക്കെ ദേ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നല്ല രീതിയിൽ കുക്കറിൽ അത്യാവശ്യത്തിന് പാല് മൊത്തം ഒഴിച്ചിട്ട് കുറച്ചൊരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് പാലട മിക്സ് അതിലേക്ക് കൊട്ടി ഒഴിക്കുക. വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട. സിമ്മിൽ മാത്രം ഇടുക. സിമ്മിൽ മാത്രം ഇട്ടിട്ട് വെയിറ്റ് ഇടുക എന്നാണ് പറഞ്ഞത്. കറക്റ്റ് 15 മിനിറ്റ് സിമ്മിലിടുക, വെയിറ്റ് ഇട്ട് വെച്ചോളാൻ പറഞ്ഞു. അതിനുശേഷം നല്ല പാലട പായസം റെഡി എന്നാണ് പറഞ്ഞത്. അയ്യോ, കണ്ടോളൂ എന്താ സംഭവിച്ചതെന്ന്. എൻ്റെ കൂട്ടരെ, ഞാനിത്തിരി മധുരം തിന്നാൻ ആഗ്രഹിച്ചിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. നോർമല് എനിക്ക് മറ്റേ ഇതിലുണ്ടാക്കിയാൽ മതിയായിരുന്നു, പാനിൽ. എളുപ്പവഴിയിൽ കാണിച്ചതാണ്, പിരിഞ്ഞു പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി ശരിക്കും, ഭയങ്കര വിഷമമായത്. എന്താ സംഭവിച്ചു? കുക്കറൊക്കെ നന്നായിട്ട് കഴുകി എല്ലാം ചെയ്തതാണ്. പക്ഷെ ഇതിലുണ്ടല്ലോ, ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ചെയ്തത് കേട്ടോ. ഫുൾ സിമ്മിലിട്ടിട്ടും വിസിൽ വന്നായിരുന്നു. ഇനി അതാണ് ഓവറായിട്ട് ഹീറ്റ് ആയതുകൊണ്ടിട്ടാണ് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. കുക്കറൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. ഇല്ല, ഫേക്ക് ഒന്നല്ല, അത് നല്ല വ്യൂസ് ഉള്ള വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതിന്റെ മിസ്റ്റേക്ക് ആണ്. എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇത് കൊണ്ടൊന്ന് കളയണം. വെറുതെ എനിക്ക് അത് എടുത്ത് കഴിക്കാൻ. ഞാനപ്പോ ഈ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് ചായയും വണ്ടർ കേക്കും കഴിക്കാൻ പോവാണ് കേട്ടോ. അല്ലാണ്ട് വേറെ രക്ഷയില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. അപ്പം പരീക്ഷണം തോറ്റു. അങ്ങനെ ഞാൻ കുറച്ച് നേരം നമ്മളുടെ സിറ്റ് ഔട്ടിൽ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. പറ്റാവുന്ന പണിക്ക് പോവാമെന്ന് കാരണവന്മാർ പറയണത് ശരിയാണെന്ന് മനസ്സിലായി കേട്ടോ. പിന്നെ കുറച്ച് ലാഭിക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ കരുതിയത്. പക്ഷെ സങ്കടം ഇത് സേരാ, എനിക്ക് സങ്കടമായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ ഇവിടെ മറ്റേ ടോയ്സ് എടുത്ത് കളിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് വരുന്നതാണ് കേട്ടോ ഞാൻ അങ്ങനെ വിളിച്ചത്. സങ്കടമായത് ആ പാലും പോയി, ഒരു കവർ പാലടയും പോയി. ആ ഒരു സങ്കടമുണ്ട്. ലാഭിക്കാൻ വേണ്ടി ചെയ്തത് ഇരട്ടി നഷ്ടമായിപ്പോയി. ഫുഡ് ഐറ്റംസ് വെറുതെ വേസ്റ്റ് ആക്കുന്നതുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ പിരിഞ്ഞത് എങ്ങനെ കഴിക്കാൻ പറ്റും? ഒരു രക്ഷയില്ലല്ലോ, അതിന് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം നോർമൽ പാനിൽ തന്നെ ശ്രമിച്ചാൽ മതി. പാനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ കുഴപ്പമില്ലല്ലോ. എന്തോ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. പാലടയ്ക്ക് എപ്പോഴും പണി കിട്ടാറുണ്ട്. പാലട ശാപം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പാലട അന്ന് ആദ്യം വെച്ചപ്പോൾ കുറേ മധുരം കൊട്ടിയിട്ടു. പക്ഷെ അത് പാനിലായിരുന്നു, ചീത്തയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇതിങ്ങനെയായി. നമുക്ക് എന്തായാലും നോക്കാം. ഇവക്കുട്ടി ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു കേട്ടോ. അമ്മ എനിക്ക് തണുത്തിട്ട് മതി കേട്ടോ, ചൂടോടെ എനിക്ക് വേണ്ട. ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ എന്ത് പറയാനാണ്,
തണുത്തിട്ട് പോയിട്ട് ചൂടോടെ പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി പാവം. പിന്നെ ദേ ഈ ഭാഗത്തെ ചെടികൾ കണ്ടു. എന്നോട് ചെടികളുടെ കാര്യങ്ങൾ ചോദിച്ചാൽ ഒരു മറുപടി ആട്ടോ. ആ ചെടികളൊക്കെ ഏകദേശം നല്ല ഭംഗിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്തുണ്ടല്ലോ പൂക്കൾ വളരുന്നുണ്ട്, എന്നിരുന്നാലും കമ്പ് ഉണങ്ങിപ്പോയി. എന്തോ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു മണ്ണിൻ്റെ ആണെന്ന് തോന്നുന്നു. ഈ മണ്ണ് ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് മണ്ണെടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നമ്മൾ നോട്ടക്കുറവിൻ്റെ ആണോ, എന്തോ എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും നമ്മൾ വാട്ടറിങ് ഒക്കെ ചെയ്യാറുണ്ട്, പക്ഷേ എന്തോ എവിടെയൊക്കെ സംഭവിച്ചു പോയി. ആ ഭാഗത്തെ ചെടികൾക്കും നമ്മൾ സെയിം കെയർ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടുത്തെ മണ്ണ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കൊണ്ടുവന്ന മണ്ണ് തന്നെയായിരുന്നു. അപ്പോൾ അത് വ്യത്യാസമായിരിക്കാം. നമുക്ക് നോക്കാം, വളരോ ഇല്ലയോ എന്നൊക്കെ നോക്കാം, എന്താവും നോക്കാം. ഇപ്പോഴും കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ചെടീനെ, ഒരു ചെടിയും കളയാൻ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് അവരെ നോക്കാം, പരിപാലിച്ച് നോക്കാം. പിന്നെ അതേ കണ്ടില്ലേ, എല്ലാ ആവശ്യവും ഉണ്ടായിരുന്നല്ലോ എനിക്ക്. പെരട്ടി പണി കിട്ടി. ഈ കുക്കർ ഇനി ഞാൻ കഴുകി വൃത്തിയാക്കാനുണ്ടല്ലോ, എത്ര നേരം പിടിക്കുമെന്ന് എനിക്കറിയില്ല. നല്ല രീതിയിൽ അറിയാമല്ലോ, പാല് പിരിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അങ്ങനെ ഞാൻ കുറേ നേരം വെള്ളത്തിലിട്ട് അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിത് കളഞ്ഞിട്ട് ഒന്നുകൂടെ ഞാൻ വെള്ളം നിറച്ചിട്ടു. എന്നിട്ട് ഞാൻ കുളിക്കാൻ പോയി. വേറെ ഒന്നല്ല, നമുക്കിങ്ങനെ എപ്പോഴും ഈ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല. പട്ടിക്കൂട്ടമുണ്ട്. നമ്മളെ അറിയാം, പട്ടിക്ക് നമ്മളെ അറിയാം, നമുക്ക് പട്ടീനെ അറിയാം. പക്ഷേ പറയാൻ പറ്റത്തില്ലല്ലോ, കഷ്ടകാലത്തിനല്ല കടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയതല്ലേ. നമുക്ക് പട്ടീനെ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ കടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടിട്ട് പക്ഷേ ഞാൻ ഒന്നുകൂടെ പോയിട്ട് കളയും. എനിക്ക് ഈ പാത്രം സിങ്കിൽ കിടക്കുന്നതേ, ഈ തലേന്നത്തെ എച്ചിൽ പാത്രം സിങ്കിൽ കിടക്കുന്നത് പലർക്കും ആ ബുദ്ധിമുട്ടുണ്ടാവില്ലേ. ഭയങ്കര ഒരു കഷ്ടമല്ലേ അങ്ങനെ കിടക്കുമ്പോൾ. നമുക്ക് എന്തോ പിറ്റേ ദിവസം രാവിലെ കിച്ചണിലൊന്നും ചെയ്യാൻ തോന്നത്തില്ല. അതുകൊണ്ടുണ്ട് പിന്നെയും ഉണ്ട് അതിൽ, അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടിട്ട് ഞാൻ എന്തായാലും കഴുകിയിട്ടേ ഞാൻ കിടക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി എനിക്കൊന്ന് കളയാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ലവ് യു, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, ഹാപ്പി.